ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് ചെറിയ ഗാർഡനിലേക്കുള്ള കുട്ടി കുട്ടി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതിൽ പൂവേ ചങ്കളെ ഞാൻ മണലൊക്കെ കളന്നിട്ടിട്ടുണ്ട്. ഇനി സിമെൻറ്റിന് കാത്തിരിക്കുകയാണ്. ഇന്നത്തെ പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഭാഗങ്ങൾ കണ്ടോ, ഈ കല്ലുകളൊക്കെ ഞാൻ ചുമ്മാ വെച്ചിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇതിനെ ഞാൻ എന്താ ചെയ്യാനുള്ള പരിപാടി അറിയോ? ഇവിടെയൊക്കെ ഫുള്ള് ചളിയായത് കാരണം ഇതിന് ഞാൻ കല്ല് കെട്ടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതിനൊക്കെ ഒന്ന് മാറ്റി ഇവിടേക്ക് ഒന്ന് കല്ല് കെട്ടിയിട്ട് ഇതിന് ഷേപ്പാക്കാൻ പോവാണ്. ഗാർഡൻ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് കട്ട വാങ്ങിയിട്ട് അതിൽ കെട്ടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് പ്രസ്സുമാണ് കേട്ടോ. അപ്പോൾ ചങ്കുകൾ അന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇന്ന് ഫുള്ള് നമ്മുടെ ആ ബാക്ക് ഭാഗത്ത് ഫുള്ള് ഈ മഴയൊക്കെ പെയ്തിട്ടും പിന്നെ പാത്രം കഴുകിയതിൻ്റെയൊക്കെ ഒന്ന് വേസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചെടി വെച്ചിട്ടില്ലേ, ആ ചെടി വെച്ചതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കല്ല് കെട്ടിയില്ല, അത് നമ്മൾ ഓളോബിക്കിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ സിമെൻറ്റ് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് മണലെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി സിമെൻറ്റിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പണി പ്രസുവിൻ്റെ അങ്ങനത്തെയാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൻ്റെ പരിസരം ബാക്ക് ഭാഗമാണ്. അപ്പോൾ ബാക്ക് ഭാഗത്ത് ആ കല്ല് വെറുതെ ചുമ്മാ വെച്ചേക്കുന്നതാണ് ആ കല്ലുകൾ. അപ്പോൾ ആ കല്ലിനെ ഞാൻ എന്തായാലും ഉഷാറാക്കും. അവിടെ ഓളോബിക്സ് വെച്ചിട്ട് കെട്ടാനുള്ള പരിപാടിയിലാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ സിമെൻറ്റ് വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വരുന്നവരെ ഞാൻ ചുമ്മാ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വീഡിയോസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്ന് കാണുന്ന അതേ സംഭവം തന്നെ, പക്ഷേ എൻ്റെ കുഞ്ഞു കാടൻ കണ്ട എൻ്റെ കുഞ്ഞു കാടൻ കണ്ട കൂട്ടുകാർ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ ബാക്ക് ഭാഗം കാണിച്ചു തരാം ക്യാമറയുടെ. ഓക്കെ, ക്യാമറയുടെ ബാക്ക് ഭാഗം കാണിക്കുകയാണെങ്കിൽ ചങ്കുകളെ നോക്കിയോട്ടോ. പ്രസുവിൻ്റെ ഗാർഡൻ കണ്ട. ഓക്കെ, ഇഷ്ടമായി ഞങ്ങൾക്ക്. ഇതന്നെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ സിമെൻറ്റ് വരുന്നത് വരെ ഒരു വെയിറ്റിങ്ങിലല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ ചുമ്മാ ഒരു വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, പ്രസുവിൻ്റെ ഗാർഡൻ കണ്ടോ, കുഞ്ഞ് ഗാർഡൻ. ഓക്കെ മക്കളെ കണ്ടോളൂ, നിങ്ങളെല്ലാവരും കണ്ടോളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ മെസ്സേജിൽ. ഓക്കെ പ്രസിൻ്റെ കുഞ്ഞു ഗാർഡൻ. ഇത് നഴ്സറി ഗാർഡനായിട്ട് ഞാൻ ചുമ്മാതെ വെച്ചതാണ്. അതെല്ലാം പൂക്കളായിട്ടോ. സംഭവം ഉഷാറായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ആകാശ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ അവിടെയാണ്, അതാണ്ട് ആ കല്ല്, ഇതിവിടെ പാത്രം കഴിയുന്ന ഭാഗമാണ്. ആ കല്ലുകൾ കണ്ടോ, അതിനെ മാറ്റിയിട്ട് ഞാൻ അവിടെ ഓളോബിക്സിലാണ് കെട്ടാൻ പോകുന്നത്. ഓക്കെ, അവിടെ മണൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ കാണുന്നത് നമ്മുടെ കോഴികൾക്കുള്ള ചോറാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡ്. ഞങ്ങൾക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾക്ക്. അപ്പോഴേക്കും എൻ്റെ മറിയമ്മയും പാച്ചും കൂടി വന്നിട്ടുണ്ട്. വേറെ ചക്കിയും കുപ്പിയും റൂമിനകത്ത് കിടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ മറിയമ്മയും പാച്ചുമാണ് ഗാർഡനിലേക്ക് വന്ന് കിടക്കുന്നത്. ഇവർ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരിക തന്നെ. ഇതന്നെയാണ് ഇവിടുത്തെ പണികൾ കണ്ടോ. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾ കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന് എന്ത് പറ്റിയെന്ന് നോക്കട്ടെ കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്, ഈ പുല്ലൊക്കെ നല്ല രസമായിട്ടാണ് കാണാൻ. ഓക്കെ, ഡ്രാഗൺ ഫ്രൂട്ട് ഇതേണ്ട. ഡ്രാഗൺ ഫ്രൂട്ട് എപ്പോഴാണ് കായ് വയ്ക്കുകയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങോട്ട് വെച്ച് നട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പണി തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇത് കെട്ടാൻ പോവാണ് പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കല്ലുകളൊക്കെ ഒന്ന് മാറ്റണം. ഈ സംഭവങ്ങളുണ്ടല്ലോ ഇതെല്ലാം മാറ്റട്ടെ. ചങ്കളെ, ഞാനപ്പോൾ ഇവിടെ ഈ പൂച്ചെടി വെക്കാൻ വേണ്ടിയിട്ടേ, അപ്പോൾ ആദ്യത്തെ ആ കല്ലുകളൊക്കെ മാറ്റി ഇവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടേ സിമെൻറ്റ് മണ്ണിലാണ് ഇടണ്ടേ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. ഈ കല്ലുകളൊക്കെ ഞാൻ മാറ്റാൻ പോവാണ്. ഇതിന് ഇവിടെ ആവശ്യമില്ല. ഇനി ഇതൊക്കെ നമ്മൾ സിമെൻറ്റിൽ കെട്ടാൻ പോവാണേ.
അപ്പോൾ നമുക്കിവിടെ അടിപൊളി ഗാർഡൻ ആക്കാം. ഒരു നമ്മുടെ ഇവിടെ വേസ്റ്റ് ഒക്കെ ആയിട്ട് ചളിയായി കിടക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് കല്ലൊക്കെ കെട്ടിയിട്ട് മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് ഗാർഡൻ ആക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, കുഞ്ഞു ഗാർഡൻ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാട്ടോ. വയറൊക്കെ ഒന്ന് കമ്മിയാക്കണം. സിമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സിമെൻറ്റ് കൊണ്ടുവന്നേ. ഇനിയിപ്പോൾ അതൊന്ന് ഇവിടെ ഒന്ന് വൃത്തിയാക്കാനാണ്. ഓക്കെ, അവിടെ ഒന്ന് മതിൽ കെട്ടാനുള്ള പരിപാടിയിലാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ചെട്ടിനാട് സിമെൻറ്റ് ഒരു ചാക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മണലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് തൽക്കാലം എന്താ വേണ്ട നിങ്ങൾ കാണിച്ചു തരാം ഒന്നുകൂടി. ഈ കല്ലുകളൊക്കെ മാറ്റിയിട്ട് ഇനി ഇവിടെ ലെയർ എടുത്തിട്ട് ഞാൻ കെട്ടാൻ പോകണം. ഓക്കെ ആയി കൂട്ടുകാരെ. അപ്പോൾ പ്രസ് പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ എൻ്റെ പണിസാധനങ്ങളൊക്കെ കേട്ടോ. കുറേ കാലത്തിന് ശേഷം എൻ്റെ പണിസാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, എൻ്റെ തേപ്പ് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പണി തുടങ്ങാൻ പോവാണ് ചങ്കളെ. ഓക്കെ, ബായ്, എല്ലാവർക്കും കാണാം. കൂട്ടുകാരെ, ഞാനപ്പം മണൽ മിക്സാക്കാൻ പോകണ്ട. ഓരോ സിമെൻറ്റ് ആഡ് ചെയ്യാൻ പോകണം. സിമെൻറ്റ് ഞാൻ 5-1 കേട്ടോ. 5 ചട്ടി മണലും ഒരു 10 ചട്ടി മണലും 2 ചട്ടി സിമെൻറ്റും, അങ്ങനെ 5-1 ഇട്ടുന്നത് കേട്ടോ. ഓരോ തങ്ങളെ. അപ്പം ഇതൊക്കെ ഫുള്ള് പണി കഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി വീഡിയോസേ എടുക്കാൻ ആളില്ല, കയ്യിലേക്ക് സിമെൻ്റാണ്, അതാണ് കേട്ടോ. തങ്ങളെ ഞാനേ കണ്ടിട്ടില്ല. അമ്മ ചങ്കളെ, ഞാനത് കെട്ടിക്കഴിഞ്ഞിട്ട് വീഡിയോ ഇടാട്ടോ. അത് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല, അതാണ്. ചങ്കളെ, ക്യാമറ പിടിച്ചു തരാൻ ഒരാളൊന്നുമില്ല, ചുമയുണ്ട്. ഞാനപ്പോൾ കുറച്ച് ചെയ്യാൻ കേട്ടോ. ഇനി ഇതിൻ്റെ എന്താ പരിപാടി അറിയാം. ഇനി ഇതിനൊക്കെ സിമെൻറ്റ് ഇട്ടിട്ടൊന്ന് അടച്ച് പാക്ക് ചെയ്തിട്ടേ ഇപ്പോൾ നമ്മുടെ ഇവിടെ പാത്രം കഴുകും. തൽക്കാലം ഞാൻ ഈ പൈപ്പ് ഇവിടെ വെച്ചേക്കുന്നത്, ഇതിനെ ഞാൻ ആ മതിലോർത്തി വെച്ചിട്ട് ഇവിടെ പ്ലെയിൻ ആക്കി ഇടും കേട്ടോ. ഇപ്പോഴല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ട്. ഇവിടെയൊക്കെ കോൺക്രീറ്റോ ഇൻ്റർലോക്കോ എന്തെങ്കിലുമൊക്കെ ഇടണം. അപ്പോൾ ഇപ്പോഴല്ല, മെല്ലെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെടികളൊക്കെ ഇപ്പോൾ ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇതിങ്ങനെ വെച്ചപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് ചെടികൾ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിലാണ് പ്രസു. ഓക്കെ, കുറച്ച് ബിസിയാണ് ചെങ്കളെ, അതാണ് കേട്ടോ. ഒന്നും തോന്നരുത്. അപ്പോൾ ആരുടെ ഈ ലൈവിലൊന്നും വരാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് പണിയുള്ള കാരണമാണ്, ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. മക്കളെ, ഞാൻ കുറച്ച് സിമെൻറ്റും വെള്ളം കൂട്ടി ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്ന് സിമെൻറ്റും വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് പ്രഭു പറഞ്ഞ പോലെ കല്ല് കെട്ടിയിട്ട് ലെവലാക്കിയിട്ട് ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിയർ ആക്കി ഇവിടെ ഒന്ന് ലെവലൊന്ന് ആക്കിയിട്ട് ഒന്ന് മൈൻഡ് സെറ്റാക്കട്ടെ കേട്ടോ. മൈൻഡ് സെറ്റാക്കില്ല, പണിയൊന്ന് റെഡിയാക്കട്ടെ. ഇതിനൊന്നും അടയ്ക്കാണ്ട് ഇവിടെയൊക്കെ ചളിയായിട്ട് കിടക്കായിരുന്നില്ലേ. അപ്പോൾ അതിനൊക്കെ ഒന്ന് റെഡിയാക്കി നൂല് പിടിച്ചൊക്കെ കെട്ടി ഒക്കെ റെഡിയാക്കിയിട്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. അന്നത്തെ പണി ഇതാണ് മക്കളെ. ഓക്കെ, പ്രമു ഇതാണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് സ്പേസ് ഉണ്ടാവില്ലടാ. അപ്പോൾ അപ്പുറത്ത് നമുക്ക് ഒട്ടുമാവിൻ്റെ നീ പറഞ്ഞ പോലെ ആ ചെടി കായോടുകൂടി കൊയ്യാക്കിയൊക്കെ വെക്കാം. ഓക്കെ, ഇതായി ഇവിടെ ഞാനിപ്പോൾ ഒരു ഓമക്കായിൻ്റെ ചെടി വെറുതെ കൊണ്ടുവന്ന് വെച്ചാണ്. അങ്ങനെ പോകുന്നു കേട്ടോ. ശരി എന്നാൽ കൂട്ടുകാരെ, അപ്പം ഞാനിതേ ഇവിടെയൊക്കെ ഇങ്ങനെ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഇതിൽ കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്യാണ്ട് അതൊക്കെ ചെയ്തൊന്ന് ലെവലാക്കട്ടെ. ഓക്കെ, ഇതൊക്കെയാണ് അന്നത്തെ പണി.
ചങ്കുകളെ. അപ്പം ഞാൻ കെട്ടാൻ പോകണം. നമ്മളിതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചങ്കുകളെ ഇത് കെട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ പൂന്തോട്ടം ഉഷാറാക്കണ്ടേ, അതിനുള്ള പരിപാടികളാണ്. നല്ല ഫുള്ളായിട്ട് ഗ്യാപ്പ് ഇറങ്ങിയില്ലെങ്കിലേ വെള്ളം തള്ളും. ഓക്കെ, സിമെൻ്റ് എടുത്തിട്ട് പോകാമെന്ന് പറയാൻ ഒരാളില്ല, ഫോൺ പിടിച്ച് തരാൻ ഒരാളില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ കൂട്ടുകാരെ. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ അവിടെ കുട്ടി മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചുമ്മാ ഒരു തടസ്സം ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് ആ ഭാഗത്തൊക്കെ ഫ്രഷ് ആക്കി ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബായ്. ചങ്കളെ, അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ പിന്നെ ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ പൂച്ചെടികൾക്ക് ഒരു ചെറിയൊരു കുഞ്ഞിതാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പൂച്ചെടികളൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഓക്കെ, ഒരുപാട് താങ്ക് യു എൻ്റെ വീഡിയോസുകൾ കാണും. ഇനി അപ്പുറത്ത് തൊടിയായിട്ട് കൽപ്പിച്ചിരിക്കണം. അവിടെ ഈ ഒട്ടുമാവ്, പേരക്ക അതെല്ലാം വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഓക്കെ, ബൈ. ചങ്കളെ, ഞാൻ തൂണിൽ ഡിസൈൻ ചെയ്യണം കേട്ടോ. തൂണില്ലേ, തൂണ് അതിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ വർക്കാട്ടോ അത്. ഇതിങ്ങനെ ചെയ്തിട്ട് ഇത് നമ്മൾ ഉണങ്ങിയ ശേഷം ഉണ്ടല്ലോ, ഇതിങ്ങനെ ചെയ്തിട്ടില്ല. ഒരു സെക്കൻഡ് കേട്ടോ ചങ്കളെ, ഞാൻ ക്യാമറയൊന്നും പിടിച്ചു തരാനൊന്നും ആളില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കൈ ഹാൻഡ് വർക്കാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഗ്രൗട്ട് തേച്ചിട്ടുണ്ട് സിമെൻറ്റിൽ. എന്നിട്ട് നമ്മളിതിലിങ്ങനെ പോകുന്ന പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിസർ പോലെ ആക്കും കണ്ടോ. ഇങ്ങനെ പിസർ പോലെ ആക്കിയിട്ട് ഇത് ഉണങ്ങിയ ശേഷത്തിൽ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ആ ബ്ലാക്ക് പെയിൻറ്റ് എടുത്ത ഈ പിസറുകൾ കണ്ടോ, അതിൽ മാത്രം അതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലാക്ക് ഇറങ്ങും. ഈ മുകളിൽ നമ്മൾ ഈ കോപ്പർ പെയിൻറ്റ് ഉണ്ട്, അതായത് മുകളിൽ വെച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് പ്രസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് സൂപ്പറാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചങ്കളെ. എനിക്ക് ക്യാമറ പിടിച്ചു തരാനൊന്നും ആളില്ല. അപ്പം നിങ്ങൾ തന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണണം ഈ വീഡിയോസ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബായ്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ പില്ലറിൻ്റെ ഏകദേശം രൂപം എങ്ങനെയുണ്ട് കേട്ടോ. ഓക്കെ, ഈച്ചൊക്കെ പണി ചെയ്താൽ അത് കഴിയുമ്പോഴേക്കും ഈ പില്ലറിൽ വേറൊരു ഡിസൈൻ ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനത് പഴയ പില്ലർ എൻ്റെ യൂട്യൂബിലൊക്കെ എൻ്റെ ഷോർട്ട് വീഡിയോസിൽ നോക്കിയാൽ കാണാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഗ്രൗട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഗ്രൗട്ട് കൊടുത്തിട്ട് അതിൽ കൈ കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ചെറുതായിട്ട് മുറ്റം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് റെഡിയാക്കി, പിന്നെ കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പണി എന്താണെന്നറിയാം. ഇവിടുത്തെ അത് സംഭവം കെട്ടി ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയാൽ എൻ്റെ പരിപാടി ഓക്കെ. ആ വീഡിയോസ് അധികം വൈകാണ്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഒന്ന് ഉഷാറായില്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ. എൻ്റെ പണിസാധനങ്ങൾ കണ്ടോ നിങ്ങൾ ചങ്കുകൾ? ഇതാണ് ഇതിനെയാണ് നമ്മൾ തൂക്കേട്ടാന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി മക്കളെ, ഇനിയിപ്പോൾ എൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് മണലൊക്കെ ഒന്ന് കൂട്ടി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അതൊക്കെയാണ് പണി കേട്ടോ. ഓക്കെ ചങ്കുകളായി എല്ലാവരും ഫുഡ് കഴിച്ചോന്നറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കിനി പണിയില്ല. ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കാണ്ട് ആയിക്കോട്ടെ. അടിച്ചു പണിയില്ല. ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി എല്ലാവരെയും ഒന്ന് വൃത്തിയാക്കി ഇനി മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്കും സമയം എത്രയാവുമെന്നറിയോ? എനിക്കിന്ന് ഒന്നും ചെയ്യാൻ വയ്യ. യൂട്യൂബും വേണ്ട, ഒന്നും വേണ്ട തോന്നണം. കണ്ടോ പ്രസ് ഇത് കെട്ടി അവിടെയൊക്കെ ഒന്ന് ഒതുക്കി ഫുള്ള് കണ്ട ചങ്കള. ഒരു സെക്കൻഡ് കേട്ടാ, കണ്ട ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് കണ്ട റിയ ചങ്ക, അതേപോലെ വൈഗ മാഡം, ഇവിടെയൊക്കെ ഞാൻ ആ കല്ല് കെട്ടിയിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിരുന്നു. ഓക്കെ, എനിക്ക് വയ്യാട്ടോ ശരിക്ക്. ഇനി അത് കഴിഞ്ഞ ശേഷം എൻ്റെ സഹിച്ചങ്ക എല്ലാവരും ബാനുട്ടാ ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കാണ്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഒന്ന് വീടാക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. കല്ല് കെട്ടിയപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചളിപിളിയായി. ഇവിടുത്തെ ബാക്കി സിമെൻറ്റിന് ഇവിടെ നിന്ന് വെറുതെ ഇങ്ങോട്ട് വാരിയിട്ടു അടിച്ച് വൃത്തിയാക്കി. ഇപ്പോൾ പാത്രം കഴിയുന്നവിടെയൊക്കെ ചളിപിളിയായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചങ്കളെ നിങ്ങളൊക്കെ ലൈവ് ഇട്ടിട്ട് ഉഷാറാക്കി കേട്ടോ.
ആരോ പോരുന്നൻ കൂടെ ടിരിടിങ് 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 ഏതോ. ഇവിടെ കഴിഞ്ഞു. അവിടെ നിന്ന് ആ പൊട്ടി അവിടെ നിന്ന് അടച്ച് ഇവിടേക്കൊന്ന് വൃത്തിയാക്കി. ആരോ പോരുന്ന ടിരിടിങ് ടിരിടിങ് ടിരിടിരി ഏതോ കാലങ്ങൾ അത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇട്ടതാട്ടോ. ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കണം. ഓക്കെ. ആരോ കൂടെ ശരിയുടെ പുറമെ ഞാൻ തുണികളൊന്നും ആക്കട്ടെ. ആരോ ഇനി ഇവിടെ കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ടാ. ഇവിടെ കൂടി കഴിഞ്ഞാലും എൻ്റെ പണിയേ കഴിഞ്ഞു. ഇനി കുളിക്കണം, ഉള്ളടിച്ച് വരണം. കുളിക്കലും ഉള്ളടിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഈ മണലൊന്ന് കൂട്ടി വെക്കണം. ഇതൊക്കെയാണ് ഈ പണി. ഇവിടെ വൃത്തിയാക്കി വരുമ്പോഴേ ഭയങ്കര ഈ മണലില്ലേ ഇതിന് അങ്ങോട്ട് കൂട്ടി വെക്കട്ടെ കേട്ടോ. ബൈ ബൈ.